90s നമുക്ക് കാസ്റ്റ് ആയിരുന്നു പ്രശ്നം. ഇപ്പൊ 20s എത്തിയപ്പോ നമുക്ക് പാസ്റ്റ് ആണ് പ്രശ്നം. കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പ് ഇതുവരെ എന്നോടാണ് ഈ ചോദിക്കുന്നത്. I will reply this. Come closer, brother. Come closer. We are discussing about a great topic now. നമുക്ക് കല്യാണത്തിന് ശേഷം നമുക്ക് ഒരാളോട് പ്രണയം തോന്നും. What's your opinion about that? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ആ ഒരു കാര്യം തന്നെയാണ്. കല്യാണത്തിന് ശേഷം നമുക്ക് കല്യാണം കഴിച്ച ആളോടാണ് പ്രണയം തോന്നുന്നത്. കല്യാണം കഴിച്ച ആളെ കുറെ ആളുകൾക്ക് കല്യാണം കഴിഞ്ഞാൽ മടുപ്പ് വരുന്നു എന്നുള്ള ഒരു ന്യൂസ് കേട്ടോ. സോ അതിനെന്തെങ്കിലും ഒരു കാരണം അത് കവർന്നുകൊണ്ട് അത് മറികടന്നുകൊണ്ട് we are looking for someone else good and ഒരിക്കലും നമുക്കത് അനുയോജിക്കാൻ acceptable അല്ല. കാരണം അങ്ങനത്തെ ആ ഒരാള് നമ്മളോട് അങ്ങനെ ചെയ്താൽ പേഴ്സണലി നമുക്ക് പറ്റൂല. നമ്മളെ പാർട്ട്ണർ അങ്ങനെ ചെയ്താൽ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രണയം ഉണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യാം അല്ലെ? ഇവിടെ ആണെങ്കിലോ കൺട്രോൾ ആണ് മെയിൻ. കാരണം പ്രണയം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോയലായിരിക്കണം. കാരണം കല്യാണത്തിന് മുമ്പും ശേഷം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഒരാണും പെണ്ണും മാത്രമല്ല ആ ഫാമിലി മൊത്തം അവരുടെ ഫാമിലി ആ ട്രസ്റ്റ് കാര്യങ്ങൾ നമ്മളെ ഉപ്പ കൊടുക്കുന്ന റെസ്പെക്ട് ഉമ്മ കൊടുക്കുന്ന റെസ്പെക്ട് എല്ലാ റെസ്പെക്റ്റും നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മള് ഫാമിലിന്റെ മെയിൻ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ കുടുംബം ചേരാണ്. അല്ലാതെ രണ്ട് കുടുംബം ചേർന്ന ഒരു കുടുംബമായി മാറാണ് അത്. അപ്പോൾ നമ്മൾ കീപ്പ് റെസ്പെക്ട് കൊടുക്കണം. പിന്നെ ഇമോഷൻസ് കാരണം ബാഡ് തിങ്കും കാര്യങ്ങളും ഇപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ ബാഡ് തിങ്സ് ഒക്കെ വരാൻ എന്തായാലും ചാൻസ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ മെയിൻ സെൽഫ് റെസ്പെക്ട് മെയിൻ അതാ ലോയലായിരിക്കണം. ഇപ്പം കുറെ കേസിൽ നമ്മൾ ഡൈവേഴ്സിന്റെ കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഇപ്പം പ്രവാസിയുടെ കേസ് എടുത്താൽ അങ്ങനെ പ്രവാസിയുടെ ഭാര്യ എന്നുള്ളൊരു അങ്ങനെയാണ് ഒരു കൺസെപ്റ്റ് വരുന്നത്. ഒളിച്ചോടി പ്രവാസിയുടെ ഭാര്യ എന്നാണ് വരുന്നത്. ഭാര്യമാരവിടെ കേട്ടെ ഈ പ്രവാസികൾ എന്താണ് ചെയ്യുന്നത്? ദേ ആർ ലുക്കിംഗ് അപ്പ് ഫോർ ഗൺ ഷോട്ട്, ഐ മീൻ വെടിവെപ്പ് അവിടെ. So is that good thing or bad thing? അത് ബാഡ് തിങ് ആണ്. പക്ഷേ എല്ലാ പ്രവാസികളും ഒരിക്കലും അങ്ങനെയല്ല. Never we are heard of that. എൻ്റെ അടുത്ത് പ്രൂഫ് ഒന്നുമില്ല കേട്ടോ ഗൈസ്. നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാണ്. ഓൺലി ബൈ ദ ന്യൂസ് വി ആർ ഗെറ്റിംഗ് ഇറ്റ്. അതൊരിക്കലും അക്സെപ്റ്റബിൾ അല്ല. ഇനി എത്ര ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് അവിടെ ജോലി കളി നാട്ടിൽ വന്നോളാം. ഇവർക്ക് കൊടുക്കേണ്ട ഇവർക്ക് കൊടുത്തോളാം, നമുക്ക് വേണ്ടി നമ്മൾ എടുത്തോളാം. കാരണം നമ്മളൊരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഒരു പാർട്ട്ണർ ഇവിടെ ലോയലായിട്ടും മറ്റേ പാർട്ട്ണർ അവിടെ റോയലായിട്ടും കളിച്ച് നടക്കാൻ അക്സെപ്റ്റബിൾ വൺ. ബട്ട് നൗഡേയ്സ് ദേ ആർ ഗെറ്റിംഗ് too much affairs like that. What's your opinion? Is if one ഇപ്പൊ നിങ്ങൾ ഒരു ഉദാഹരണത്തിന് യു ആർ ഇൻ there and you have lots of girls attachments. Once your wife known about that, did she go for a divorce? Did you accept the divorce and move on, or did you block that? അത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇവൾക്ക് കുട്ടിയൊക്കെയായല്ലോ, ഇവൾക്ക് ഇവളൊരിക്കലും വിട്ടുപോകില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഈ അവിടെ കളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇവള് ഡൈവേഴ്സിന് അപ്ലൈ ചെയ്താൽ നിങ്ങൾ ഡൈവേഴ്സ് കൊടുത്തോ അവർക്കൊരു ലൈഫ് അവളുടെ വഴിക്ക് പോകാൻ നിങ്ങളുടെ ലൈഫിൽ പോകാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? ഒരിക്കലും സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ലൈഫ് അവിടെ തീരും. അപ്പൊ ഈ പെണ്ണുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് പ്രവാസികൾ ഇതിനൊക്കെ ഒരുങ്ങുന്നത്. അപ്പൊ അത് ഭയങ്കര ചെറ്റത്തരാണ്. പിന്നെ നാട്ടിലും ഇതിലൊക്കെ പെണ്ണ് പൈസ ഉള്ളവർക്ക് പെണ്ണ് പിടിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നാട്ടില്. അല്ല ഈ വിഷയത്തിൽ വേറൊരു ഇത് കൂടെ ഉണ്ട്. എല്ലാ ഗേൾസും അല്ല, പൈസ ഉള്ളവരെ പിന്നാലെ പൈസ ഉള്ളവരെ ഫൈൻഡ് ചെയ്യുക, അവരെ കൂടെ ഷുഗർ ഡാഡീസ് ലൈക്ക് ദാറ്റ്. അങ്ങനെയുണ്ട് ഗോൾഡ് ഡിഗേഴ്സ്. കളിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അവൻ കെട്ടോ സുഖത്തിനും വേണ്ടിയാ. പക്ഷെ ഇപ്പോഴത്തെ ഗേൾസ്, ഞാൻ എല്ലാ ഗേൾസിനും പറയുന്നില്ല, കുറച്ച് ഗേൾസിന് അതാണ് ആവശ്യം. അതാണ് നീഡ്സ്. കുറച്ച് എന്താ പറയാ ലൈക്ക് ഷുഗർ. ഇവർക്ക് നിങ്ങളെക്കാട്ടി കൂടുതൽ ബെറ്റർ മനസ്സിനെ കിട്ടിയാൽ ഇവർ പോകും. ഒരു പെണ്ണ് നിങ്ങളുടെ അടുത്ത് അട്രാക്ട് വരികയാണെങ്കിൽ പൈസ തീർന്നാലും ഓള് പോകും. നിങ്ങളെ ചൊറുക്ക് കണ്ടിട്ടോ നിങ്ങളെ പവർ കണ്ടിട്ടോന്നല്ല, പൈസന്റെ പവറിലാണ് ഓള് വരുന്നത്. അല്ല ഈ പറഞ്ഞ ചൊറുക്ക് കണ്ടിട്ടാണ് പവർ കണ്ടിട്ടാണ് വരുന്നതാണെന്നില്ല ഒരിക്കലും ആ കാര്യങ്ങളൊന്നും നിലനിൽക്കാൻ പോണ കാര്യങ്ങളല്ല. ഇത് ബ്യൂട്ടിയിൽ മെയിൻ ആണ്. ഇന്നെന്താ നാളെന്താന്ന് അറിയില്ലല്ലോ. അറിയില്ല. അല്ല ആൺകുട്ടികളെ ബ്യൂട്ടിയിൽ മെയിൻ ആണ് മുടി. ഈ മുടി എത്ര വയസ്സ് വരെ ഉണ്ടാവും? മരിക്കാൻ വരെ ഇല്ല. എന്ത് ഷുവറാണ്? ഒരു ഷുവറും ഇല്ല. ഇപ്പൊ മരിക്കുന്നവരുണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരിക്കലും അതിന്റെ മുന്നിൽ തന്നെ അത് പോകും. ഇപ്പൊ ഞാൻ ഒരാള് നമ്മളെ മുടി കണ്ടിട്ടാണ് ദുൽഖറൊക്കെ ഭയങ്കര ലോയൽ ഹസ്ബൻഡ് ആണ്. അങ്ങനല്ല ഞാൻ പറഞ്ഞ ഓന്റെ ലുക്ക്
അല്ല അതർവൈസ് ആയാലും പേഴ്സണാലിറ്റി ആയാലും നമ്മൾ അറിഞ്ഞോടത്തോളം ദുൽഖർ ഈസ് എ ഗുഡ് ബോയ്. ഇതിലാണ് ഓരോ മുടിയൊക്കെ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. കാരണം ലോട്ട് ഓഫ് ഫണ്ട് നമുക്ക് ചെയ്യാം ചെയ്യേണ്ടതല്ല. അതായത് നശിപ്പിച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോയാൽ ഇവരിട്ടിട്ട് പോകും. ഇവരൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാതെ നിങ്ങളെ കണ്ടിട്ട് ലവ് ആയിട്ടാണെങ്കിൽ ഒരു കാലകാലം ഉണ്ടാവും. ഓള് പറഞ്ഞ കെട്ടി കൂടെ ഒറ്റിക്കാറ് അങ്ങനെ ഉണ്ട് കേട്ടോ. ഒരു 10% എന്തായാലും ഇപ്പോഴും ബാക്കിയുണ്ട്. നല്ല അടിപൊളി മക്കൾ ഇപ്പോഴും ഉണ്ട്. സോ ഡോണ്ട് വറി ബ്രദർ. പിന്നെ നമുക്ക് ഇപ്പത്തെ കാലത്ത് പാസ്റ്റ് നോക്കൂല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഈ ബെസ്റ്റീസിനെ വെച്ചിട്ടുണ്ടായി എന്താണ് 90s നമുക്ക് കാസ്റ്റ് ആയിരുന്നു പ്രശ്നം. ഇപ്പൊ 20s എത്തിയപ്പോ നമുക്ക് പാസ്റ്റ് ആണ് പ്രശ്നം. ഗൈസ് അതാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു അവർ ബ്ലോഗ് ഗൈസ്. ഓക്കെ, വാട്ട്സ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ബെസ്റ്റീസിനെ വെച്ചിട്ടുണ്ടായി ബെസ്റ്റീസിനെ പറ്റിയിട്ട് എന്താ വേറെ ഏതാ ചെക്കൻ പറഞ്ഞാല് നമ്മുടെ വണ്ടിയുടെ ചാവി വേറെ ഒരാളെ ടോപ്പിക്ക് മാറ്റിവിടാം. ഇവിടെ പറയുന്നത് ടോക്സിക് റിലേഷൻഷിപ്പ്, അതായത് റിലേഷൻഷിപ്പിൽ ആയതിനു ശേഷം നമ്മുടെ പാർട്ട്ണർ നമുക്ക് വേണ്ട ഫ്രീഡം തരുന്നില്ല. ഇതെന്താ ഇങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്ത പാർട്ട്ണർ ഇങ്ങനെ അല്ല എന്നുള്ളതാണ്. സോ അതിനെ പറ്റി സിമ്പിളായിട്ട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഡോണ്ട് എക്സ്പെക്ട് ഫ്രം എനിവൺ. എങ്കിലും സ്മൂത്ത് റിലേഷൻഷിപ്പ് വരാം. പിന്നെ ഇക്വാലിറ്റി, പാർട്ട്ണറിന് വേണ്ട സ്പേസ് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ തന്നെ അല്ലേ, ചൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളായിട്ട് സംസാരിക്കാം. ഇപ്പോഴത്തെ കുറേ ഓപ്ഷനിൽ ഇവർ പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ പാരൻസ് ആണൊക്കെ ഡീൽ ചെയ്യുന്നത്. ഇറ്റ്സ് ഫൈൻ വിത്ത് ദാറ്റ്. ആ ബോണ്ട് തമ്മിൽ കണ്ടിന്യൂസ് ഗ്യാപ്പാണ് ഇതൊരു പ്രശ്നമാകുന്നത്. എന്നാൽ സ്മൂത്ത് ആയിട്ട് പോകണം ഒരുപാട് റിലേഷൻസ് ഉണ്ട്. നിങ്ങൾ നോക്കുക, പറ്റാതെ നോക്കുക. ഇല്ല ഡൈവേഴ്സ് ഓപ്ഷൻ നോക്കില്ലേ, അതാണ് ഇവിടെ പറഞ്ഞത്. ഗ്യാപ്പാണ് വരുന്നത്. മനസ്സിലാക്കാൻ കഴിയും, പ്രണയിക്കാൻ കഴിയും, ലോയലായിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ. ലോയലും ടോക്സിക്കും അല്ല ഇവിടെ. ടോക്സിക് റിലേഷൻഷിപ്പ് ആളെ ഫൈൻഡ് ചെയ്തു, അപ്പൊ അയാളെ ഇങ്ങനെ മിങ്കിളായിട്ട് നിൽക്കുമ്പോഴല്ലേ അയാൾ ക്യാരക്ടറും കാര്യങ്ങളും. അതാണ് പറഞ്ഞത്, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബെസ്റ്റ് വേ ടു നോ യുവർ പാർട്ണർ. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ എന്താന്ന് അവർക്ക് പറഞ്ഞു ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. എന്താണ്, ഇതാണ് ഞാൻ ഇത്ര ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേഷൻ ഒരിക്കലും ബ്രേക്ക് ആവില്ല. ഇത് മറ്റേ ചീട്ടുകൊട്ടാറുണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ ലാസ്റ്റ് പൊട്ടും. അതാണ് ബ്രോക്കുട്ടെ കാണിക്കൽ റോൾസ് റോയ്സും കാര്യം അങ്ങനെയൊക്കെ നടക്കല്. പക്ഷെ ഞങ്ങളുടെ ഇടയിലും കാണിക്കൽ അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ എന്താ ഗേൾസ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, എനിക്ക് റോൾസ് റോയ്സ് പോകണമെന്ന്. പക്ഷെ അതല്ല, റിയാലിറ്റി വരുമ്പോ അങ്ങനെ വരൂല. റിയാലിറ്റി അത്രേ ഉള്ളൂ. ഇന്റെ ഒരു കേസിൽ പറഞ്ഞാല് അല്ല, അങ്ങനെ റിയാലിറ്റി റോയൽറ്റി ഒന്നും കണ്ടിട്ട് ആരും തരെ വന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെ റിയാലിറ്റി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവന് ഇപ്പം പറഞ്ഞു ഇവ അടിപൊളിയാണ്, ഇവന് വലിയ ഇതാണ്, മുടിയുണ്ട്, ജിം ബാരി എന്നൊക്കെ പറയും. ഇവൻ വന്ന് ഇവന് ഫസ്റ്റ് നൈറ്റ് അതിന് പൊന്ന് എക്സ്പെക്ടേഷൻ കിൽസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മളെ പാർട്ട്ണറിനോട് മാക്സിമം ക്ലോസ് ആവുക. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബെസ്റ്റ് വേ. ഇനിയിപ്പോൾ ഫ്രണ്ട്ഷിപ്പിലായാലും റിലേഷൻഷിപ്പിലായാലും കമ്മ്യൂണിക്കേഷനാണ് മെയിൻ പ്രയോറിറ്റി. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എക്സ്പെക്ടേഷൻ കില്ല് ചെയ്യും. പിന്നെ ലൈഫാണ്. അതിനകത്തെ സെക്കൻഡ് തിങ് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആവുക. ഇപ്പം അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ ലൈഫിൽ. ഇപ്പം ചെക്കൻ അങ്ങനെ അലമ്പടിച്ച ഒരു പെണ്ണ് കെട്ടിയറട്ടെ എന്നുള്ളൊരു ടോക്ക് ഉണ്ട് പണ്ട് മുതലേ. കാരണം പറഞ്ഞാൽ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി, അതിൽ ലവ്, കൈൻഡ്, പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വേണം. ഫാമിലി ആകുമ്പോൾ അല്ലേ, എല്ലാ സംഭവങ്ങളും ഉണ്ടെങ്കിൽ ഒരു ഫാമിലി ആവുള്ളൂ. അതിൽ തന്നെ നമുക്ക് രണ്ട് ഫാമിലി ആയിട്ട് പൊരുത്തപ്പെട്ടു പോകണം. നമ്മുടെ ഹസ്ബൻഡിനെ പ്രീതിപ്പെടുത്തണം, ഒരുമ്മേനെ ഒരപ്പനൊക്കെ കെയർ ചെയ്യണം. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു കൾച്ചർ വെച്ചിട്ട് നമുക്ക് ഫാമിലി, നമ്മൾ കണ്ടു വളർന്ന ഫാമിലി കേട്ടോ അവരെ അല്ലേ, അങ്ങനല്ലേ ഷെബി? അങ്ങനെയാണ് നമ്മൾ കണ്ടത്. അപ്പം പൊതുവേ ഉള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ളത്. പിന്നെ കുറേയൊക്കെ റിലേഷൻസ് ഇവർക്ക് മൾട്ടിപ്പിൾ അഫേഴ്സ് ആയിട്ടും, പിന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഒരു ഡിസ്റ്റൻസ് വരിക, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നാൽ തന്നെ അവിടെ ഏകദേശം. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു തേർഡ് ഒരു ചങ്ങായി എൻ്റർ ചെയ്യും, പിന്നെ അത് കൊളാപ്സ് ആവുക, പിന്നെ അവരുടെ ലൈഫ് സ്പോയിൽ ആവുക. അങ്ങനെയൊന്നും വരാതെ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അല്ല, കൊളാപ്സ് പറഞ്ഞാൽ അവിടെ ഡൈവേഴ്സ് ആവുകയാണ്. ഇത് എൻഡിങ് അപ്പ് കൂടുതലായിട്ട് ഇപ്പൊ സംഭവിക്കുന്നത് ഫിസിക്കലി പല പെൺകുട്ടികളും തൃപ്തരല്ല. ഹസ്ബൻഡിന്റെ ഭാഗത്ത് കാര്യം തൃപ്തരല്ല. അതിന് അവർ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, എന്റെ രീതികൾ എങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ് താല്പര്യം.
അങ്ങനെ പറയാം. അങ്ങനത്തെ ഒരു ഗ്യാപ്പിലാണ് പലരും ശ്രദ്ധിക്കണം. അതാണ് ഗോളടി എന്ന് പറഞ്ഞാല് ബെനിഫിറ്റ്സിന് മാത്രമാണ്. പക്ഷെ അവിടെ ഗേൾസിനോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ആ കുറവുകൾ കാര്യങ്ങൾ നേരിട്ട് ഭർത്താവിനോട് പറയാം, ക്ലിയർ ആക്കുക, മൂവ് ചെയ്യാം. അല്ല അതാണ് നമ്മള് നേരത്തെ വ്ളോഗിലൊക്കെ കൺട്രോൾ യുവർസെൽഫ്. അതാണ് ഇപ്പം പറഞ്ഞത്. ഇപ്പത്തെ കാലത്ത് വേണ്ടത് അതാണ്. റിലേഷൻഷിപ്പിന് ഒരു വാല്യൂ ഇല്ല. അത് റിയലി മിസ്റ്റേക്കൺ ബൈ ആണ് ഈ സൊസൈറ്റി. കാരണം ഇവിടെ ഇപ്പോഴും നല്ല ചെക്കന്മാരും നല്ല ഗേൾസൊക്കെ നമ്മുടെ അറിവിലുണ്ട്. നല്ല ബോയ്സ് ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, നല്ല ചെക്കന്മാരുണ്ട്. ഒരു വെള്ളടിയോ തണ്ണിയോ പിന്നെ സിഗ് പോലും വലിക്കാത്ത 5 വർഷം നിസ്കരിക്കാൻ നല്ല അടിപൊളി ചെക്കന്മാരുണ്ട്. വേണമെങ്കിൽ നമ്മൾ കണക്ട് ചെയ്താൽ മതി. നമ്മളെ ഗാങ്ങിലൊക്കെ മാഷാഅല്ലാഹ് നമ്മളെ അങ്ങാടി കൊണ്ട് പറയല്ല, അടിപൊളിയായിട്ടാണ് നമ്മളെ ചെക്കന്മാരും കാര്യങ്ങളും അവിടെ ഉള്ളത് കേട്ടോ. അതായത് ഇപ്പൊ നമ്മള് ചന്ദ്രൻ മണിക്കൂർ ഇവനൊക്കെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നതാണ്, സൂക്ഷിച്ച് പെണ്ണെടുക്കാം. അതാണ്. പിന്നെ മോസ്റ്റ് ഇത് പറഞ്ഞാല് ട്രസ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ വാപ്പക്കായാലും ഉമ്മക്കായാലൊക്കെ ഓനെങ്ങോട്ടും വിടും. എൻ്റെ മോനായോണ്ട് ഓളെങ്ങോട്ട് വയ്യ, ഓളങ്ങനെ ചെയ്യില്ല. ഇപ്പൊ ഒരു ബെസ്റ്റിയുടെ തിങ്സ് ഇവര് നേരത്തെ പറഞ്ഞു. ഇപ്പം ഷെബിനല്ലേ നമ്മളെ ചെക്കനല്ലേ, ഇവനോടുള്ള വിശ്വാസത്തിലാവും ഇവന്റെ കൂടെ ഐ ലൈക്ക് അവളുടെ പാരന്റ്സ്, അത് ഇവന്റെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവള് വിടാം. അപ്പൊ അതിനൊരു റെസ്പെക്റ്റും ഇവനൊക്കെ കീപ്പ് ചെയ്യണം നിങ്ങൾ തമ്മിലുള്ളത്. അല്ലാതെ അത് ബെനിഫിഷ്യലായി വെച്ചിട്ട് ജസ്റ്റ് ഫോർ ഫണ്ണായിട്ട് എടുത്തിട്ട് ലൈക്ക് ക്യാമറമാനോട് കേൾക്കാൻ പറയണം. ദ തിങ് ഈസ് ദാറ്റ് നമ്മളിപ്പം ഇപ്പം എനിക്കൊരു ലവ് ഉണ്ട്, ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയി, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. ആൻഡ് എൻ്റെ വീട്ടിൽ സമ്മതിച്ചില്ല, അല്ലെ ഓളെ വീട്ടിൽ സമ്മതിച്ചില്ല, നമ്മൾ ബ്രേക്കായി. ഇവളെ കെട്ടാൻ പോകുന്നത് ഇവനെ പോലത്തെ നല്ല ചെക്കനാവും. 25 വയസ്സ് വരെ അല്ലല്ല വെറുപ്പിക്കല്ല. ഇവന് അജ്മൽ പോലത്തെ ഒരു ചെക്കന് ഓളെ കണ്ട് ഇഷ്ടപ്പെട്ട്, നല്ല കുട്ടി, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇവൻ പോയി, ഇവന് സംസാരിച്ച് പറഞ്ഞപ്പോൾ അവളെ പാസ്റ്റിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവനവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. ഇവനവിടെ മണ്ടനായില്ല, കാരണം ഇവന് അറിയില്ല ഇവളെ പാസ്റ്റ് എന്താ, അവളിത് മറച്ചു വെച്ചാൽ പോരെ. ഇവന് അത്ര ഒരു ഡീസെന്റ് ആയി എന്നാണ് നമ്മൾ ഇമാജിനേഷൻ കേട്ടോ. ഇവൻ ഡീസെന്റ് ആണോ എല്ലാം നമുക്കറിയില്ല. അജ്മല് അല്ല ഇവന്റെ, അതായത് ഇവന്റെ വൈഫിനെ ഓൾറെഡി വേറെ കാമുകനും ഇവരെ അഫെയറും ലിവിങ് ടുഗദറൊക്കെനു. അപ്പോൾ ഇവനിവിടെ മണ്ടനായില്ലേ, നിങ്ങൾ എന്തിനാണ് വേറെ ആൾക്കാരെ മണ്ടന്മാരാക്കാൻ നിൽക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ ചെയ്തൂടെ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. വാട്ട്സ് യുവർ? കല്യാണത്തിന് മുമ്പ് സെക്സ് ഈസ് പോസിബിൾ ആണ്. അപ്പോൾ നീ അത് ചെയ്യോ, അല്ലെങ്കിൽ അതിനെ അവളെ പറഞ്ഞിട്ട് റെഡി ആക്കോ, ആഫ്റ്റർ മാരേജ് ഓൾസോ വി ക്യാൻ ഡു എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാനാണോ ശ്രമിക്കാം? ഞാൻ പ്രണയം ഇല്ലാത്തൊരു മെയിൻ റീസൺ അതല്ലേ എന്ത് ഗേൾസിന്? ഇല്ല, അന്നോട് ഗേൾസ് വന്നിട്ട് ആദ്യം തരുമെന്നാണ് വെക്കുന്നത്. അല്ല സീരിയസ്ലി അങ്ങനെ എന്റെ അനുഭവം ഉണ്ട്, ആരെ ചോദിക്കണം? ചോദിക്കാൻ അവസരം എന്റെ അനുഭവം